അറബി രാജ്യങ്ങളുടെ കൂടി കവാടമാണ് ഹോർമോസ്. ഇറാൻ്റെ മാത്രമല്ല. ഇറാൻ പറയുന്നത് ഇറാന് മാത്രമാകണം നിയന്ത്രണം. അത് പറഞ്ഞാൽ ഒരുപക്ഷെ ശരിയാവില്ല. കാരണം ഹോർമോസിൻ്റെ തെക്കൻ ഭാഗത്ത് രണ്ട് രാജ്യങ്ങളുണ്ട്. യു എയുടെ ഒരു ഭാഗം അങ്ങോട്ട് കടന്നു നിൽക്കുകയാണ്. ഹോർമോസ് മുനമ്പിലേക്ക് ഇങ്ങനെ കടന്നു നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഒമാൻ്റെ വടക്കൻ ഭാഗവും കടന്നു നിൽക്കുകയാണ്. ഒരു ആരോ പോലെ കടലിലൂടെ കടന്നു നിൽക്കുന്ന ഒരു ഭാഗം. അതുകൊണ്ട് 3 രാജ്യങ്ങൾക്ക് ഹോർമോസിന് മേൽ നിയന്ത്രണം ഉണ്ടാകേണ്ടതാണ്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, 39 ദിവസം ഇറാനെതിരെ വ്യോമാക്രമണം നടത്തി ലോകത്തെ മുൾമുനയിൽ നിർത്തിയ US-ഉം ഇസ്രയേലും ഇസ്ലാമാബാദിൽ നടന്ന വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ പുതിയ യുദ്ധനീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തി. ഇറാന്റെ കപ്പലുകൾ അടുത്തു വന്നാൽ തകർത്ത് കളയുമെന്നാണ് ട്രംപിന്റെ ഒരു ഭീഷണി വന്നിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമുള്ള കരാറിൽ ഒപ്പിടുന്നതിന് ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഈ ഒരു നീക്കമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പിന്നാലെ കനത്ത തിരിച്ചടി നൽകുമെന്ന ഭീഷണിയുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലെയും ഒമാൻ ഉൾക്കടലിലെയും തുറമുഖങ്ങളെ ലക്ഷ്യം വെക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ യുദ്ധം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണോ? പുതിയ യുദ്ധക്കളം ആവുകയാണോ ഹോർമൂസ്? ഒരു പ്രത്യേക ജങ്ചറിൽ എത്തി നിൽക്കുകയാണ് യുദ്ധം. അതിൻ്റെ ഗതി മാറുന്നതിൻ്റെ സൂചനയാണ് ഉപരോധവും കൗണ്ടർ ഉപരോധവും. ബ്ലോക്കേഡാണ് ഉദ്ദേശിക്കുന്നത്. ഹോർമൂസിന് നേരെയുള്ള ബ്ലോക്കേഡ്. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ രീതിശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചും ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഹോർമൂസ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ജീവനാഡിയാണ്. ഇറാന് പ്രതിരോധിച്ച് നിൽക്കണമെങ്കിൽ, അമേരിക്കയുമായി ശക്തമായ വിലപേശണമെങ്കിൽ, അമേരിക്കൻ കടന്നുകയറ്റം തടുക്കണമെങ്കിൽ ഹോർമൂസിന് മേലുള്ള നിയന്ത്രണം പൂർണ്ണമായി ഉണ്ടാവണം. അതല്ലാതെ ഹോർമൂസ് പിടിച്ചെടുത്ത് അത് കൈവശം വെക്കുക എന്നതൊന്നുമല്ല. യഥാർത്ഥത്തിൽ യുദ്ധതന്ത്രമാണ്. രണ്ട് കൂട്ടരും യുദ്ധം തന്ത്രങ്ങളുടെ പോരാട്ടം കൂടിയാണല്ലോ. ഹോർമൂസ് പിടിച്ചെടുക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നതിൻ്റെ അടിസ്ഥാനം 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അമേരിക്ക വിചാരിച്ചാൽ മാത്രമേ ഇത് തുറക്കാനാവൂ എന്ന് ലോകത്തെ കാട്ടിക്കൊടുക്കണം. യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയും റഷ്യയും എല്ലാം തന്നെ മുഖം തിരിഞ്ഞ് നിന്നപ്പോൾ തങ്ങൾക്ക് അത് സാധിക്കും, തങ്ങളുടെ യുദ്ധക്കപ്പലുകൾക്ക് അതിനുള്ള ശേഷിയുണ്ട്. ഇറാൻ നിരന്തരം പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ ബലം പ്രയോഗിച്ച് ഹോർമൂസ് തുറക്കാൻ ശ്രമിക്കൂ, നിങ്ങളുടെ കപ്പലുകളെ ഞങ്ങൾ നേരിടാം എന്ന് പറയുകയാണ് ഇറാൻ. അതുകൊണ്ട് ഒരു അഭിമാന പ്രശ്നമായി വന്നിരിക്കുന്നു. ഹോർമൂസിന് മേലുള്ള പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിശക്തമായ നാവിക വിന്യാസം ഹോർമൂസിന് ചുറ്റുപാടുമുണ്ട്. ഹോർമൂസിനകത്തെന്ന് പറയുന്ന കാര്യം അത് ശരിയല്ല. ഒരുപക്ഷെ ഒമാൻ ഉൾക്കടലിൽ അതിശക്തമായ അമേരിക്കൻ നാവിക സാന്നിധ്യമുണ്ട്. നോക്കൂ, വെടിനിർത്തൽ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ യുദ്ധമല്ല, ഇടയ്ക്കുള്ള വെടിനിർത്തലാണ്. പക്ഷേ അതീവ പൂർണ്ണമായ ഒരു വെടിനിർത്തൽ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്ത 22-ാം തീയതി വരെ വെടിനിർത്തൽ കാലഘട്ടം തുടരും. അപ്പോൾ ആ ഒരു തുടരും എങ്കിൽ ഈ സമയത്ത് നടത്തുന്ന ഓരോ തെറ്റായ നീക്കവും ഒരു ഫോൾസ് മൂവ് തീർച്ചയായും വലിയ വിപത്ത് രണ്ട് പക്ഷത്തും ക്ഷണിച്ചു വരുത്തും. അതുകൊണ്ട് ഇറാനും അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കാൻ ശ്രമിച്ചില്ല. അമേരിക്കൻ കപ്പലുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ട്രംപിൻ്റെ കൽപ്പനയനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇറാനിലേക്ക് കടന്നു ചെല്ലുന്ന കപ്പലുകൾ, അതായത് ചുങ്കം കൊടുത്തുകൊണ്ട് ഹോർമൂസിലൂടെ പ്രവേശിച്ച് ഇറാൻ്റെ തുറമുഖങ്ങളിൽ എത്തിച്ചേരുന്ന കപ്പലുകൾ, ആ കപ്പലുകൾ ഒരു രീതിയിലും പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് അമേരിക്കയുടെ ബ്ലോക്കേഡ് നാവിക വിന്യാസം. അതേസമയം ഇറാൻ സമാന്തരമായൊരു വിന്യാസമുണ്ട്. ഒരു കപ്പലും അതിലേ പോകുന്നില്ല. ഇപ്പോൾ രണ്ട് കൂട്ടരും ഉപരോധത്തിൽ തന്നെയാണ്. ഇറാൻ പറയുന്നു തങ്ങൾ ഹോർമൂസ് അടച്ചിട്ടില്ല, അത് തുറന്ന് കിടക്കുക തന്നെയാണ്. നിങ്ങളാണ് പറയുന്നത് തുറക്കൂ എന്ന് പറയുമ്പോഴും ഇത് തുറന്ന് കിടക്കുകയാണല്ലോ, അതിലെ കടന്നു പോകാം. പക്ഷെ കടന്നു പോകുമ്പോൾ തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടനഷ്ടങ്ങൾക്ക് പരിഹാരം എന്ന നിലയിൽ തങ്ങളൊരു തുക ഈടാക്കുന്നുണ്ട്. $2 മില്യൺ, അതായത് $20 ലക്ഷം ഓരോ കപ്പലിലും ഈടാക്കുന്നത് എന്നാണ് ഒരു വിവരം. അത് പൂർണ്ണമായ സ്ഥിരീകരണമുള്ള വിവരമല്ല, പക്ഷേ അങ്ങനെയാണ് പൊതുവെ മനസ്സിലാക്കി. അങ്ങനെ ഏതാനും കപ്പലുകൾ കടന്നുപോയി. ഇന്ത്യൻ കപ്പലുകൾക്ക് ചുങ്കം കൊടുത്തുകൊണ്ടാണോ അല്ലയോ എന്ന് നമുക്ക് വ്യക്തമല്ല. ഇല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ സംഘർഷം ഉണ്ടായിരിക്കെ തന്നെ 2 ഗഡുക്കളായി 4 കപ്പലുകൾ ഹോർമൂസ് കടന്ന് ഇന്ത്യയിൽ എത്തി. യുദ്ധം തുടങ്ങി ആദ്യ ആഴ്ചയിൽ 2 കപ്പലുകളും
ഇപ്പോൾ ഈ വേവ് ഓഫ് നെഗോസിയേഷൻ, 21 മണിക്കൂർ നെഗോസിയേഷന് തൊട്ട് മുൻപുള്ള സമയത്ത് മറ്റ് 2 കപ്പലുകളും ഹോർമൂസ് കടൽ ഇടുക്ക് കടന്ന് തന്നെ ഇറാനിൽ നിന്ന് എണ്ണയുമായി ഇന്ത്യയിൽ എത്തി എന്നുകൂടി ഓർക്കണം. അപ്പം അതുകൊണ്ട് പൂർണ്ണമായി ഹോർമൂസ് അടഞ്ഞു കിടക്കുകയായിരുന്നു എന്നത് ശരിയല്ല. പക്ഷേ ബലപ്രയോഗത്തിലൂടെ അത് തുറക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ അത് വിനാശകാരിയായിരിക്കും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിലാണ് ഹോർമൂസ് വലിയ ഒരു ചോക്ക് പോയിൻ്റായി തുടരുകയാണ്. ഹോർമൂസിനെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ പരാജയപ്പെട്ടത് എന്നാണ് വിവരം. ഹോർമൂസ് തുറന്നു കൊടുക്കാൻ ഇറാൻ തയ്യാറായിരുന്നു. പക്ഷേ അമേരിക്ക പുതിയ നിബന്ധനകളാണ് വെച്ചത്. ഇറാൻ ഒരു രീതിയിലും അവിടെ സ്വാധീനം ഉണ്ടാകരുത്, പൂർണ്ണമായ അമേരിക്കൻ സ്വാധീനമായിരിക്കണം എന്ന നിർദ്ദേശം ഇറാൻ സ്വീകാര്യമല്ല. മാത്രമല്ല ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശം വന്നതാണ് ഇറാനും അമേരിക്കയ്ക്കും ചേർന്നുകൊണ്ട് ജോയിൻറ്റ് പട്രോളിംഗ് നടത്താം എന്ന നിർദ്ദേശവും അമേരിക്കയ്ക്ക് സ്വീകാര്യമായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഹോർമൂസിൽ ഏതെങ്കിലും രീതിയിൽ ഈ യുദ്ധം തുടരുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സംഘർഷം പൂർണ്ണമായി കരാറിലൂടെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അറബി രാജ്യങ്ങളുടെ കൂടി കവാടമാണ് ഹോർമൂസ്. ഇറാൻ്റെ മാത്രമല്ല. ഇറാൻ പറയുന്നത് ഇറാന് മാത്രമാകണം നിയന്ത്രണം. അത് പറഞ്ഞാൽ ഒരുപക്ഷെ ശരിയാവില്ല. കാരണം ഹോർമൂസിൻ്റെ തെക്കൻ ഭാഗത്ത് 2 രാജ്യങ്ങളുണ്ട്. UAEയുടെ ഒരു ഭാഗം അങ്ങോട്ട് കടന്നു നിൽക്കുകയാണ്. ഹോർമൂസ് മുനമ്പിലേക്ക് ഇങ്ങനെ കടന്നു നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഒമാൻ്റെ വടക്കൻ ഭാഗവും കടന്നു നിൽക്കുകയാണ്. ഒരു ആരോ പോലെ കടലിലൂടെ കടന്നു നിൽക്കുന്ന ഒരു ഭാഗം. അതൊരു പക്ഷേ മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും. അതുകൊണ്ട് 3 രാജ്യങ്ങൾക്ക് ഹോർമൂസിന് മേൽ നിയന്ത്രണം ഉണ്ടാകേണ്ടതാണ്. UAE, ഒമാൻ ആൻഡ് ഇറാൻ. അപ്പോൾ ഇറാൻ്റെ മാത്രം സ്വാധീന മേഖല എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ ഒമാൻ പറയുന്നത് ഇറാൻ്റെയും ഒമാൻ്റെയും കൺട്രോളിൽ അത് വേണമെന്ന ആഗ്രഹം ഒമാൻ പറഞ്ഞു. ഇറാനോട് ഏറെ സ്നേഹം പുലർത്തുന്ന, ഏറെ അടുപ്പം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഒമാൻ. ഇപ്പം GCC രാജ്യങ്ങളുടെ മൊത്തം സ്കീം ഓഫ് തിങ്സിൽ നിന്ന് ലേശം മാറി നിൽക്കുന്ന ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒമാനും അവിടെ ഒരു ഫുട് ഹോൾഡ് വേണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഉപരോധം പൂർണ്ണമായി ഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തുറമുഖങ്ങൾ ആക്രമിക്കപ്പെടും. ഗൾഫ് രാജ്യങ്ങളുടെ ഒക്കെ തന്നെ തുറമുഖങ്ങൾ തങ്ങളുടെ ഹിറ്റിംഗ് റേഞ്ചിലാണ്. അതുകൊണ്ട് അങ്ങനെയൊരു സാഹസത്തിന് ഇറാൻ മുതിരാതിരിക്കട്ടെ. അതുകൊണ്ട് ഉപരോധം ഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഫിൽറ്റർ ചെയ്തുകൊണ്ട് അത്യാവശ്യമുള്ള കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള ഒരു അന്തരീക്ഷം, ഗൾഫിലേക്കുള്ള സപ്ലൈയുമായിട്ടെങ്കിലും കപ്പലുകൾ കടന്നു പോകാൻ അന്തരീക്ഷം ഇറാൻ ഒരുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇറാനിലേക്കുള്ള അവശ്യ വസ്തുക്കൾ, അത് ഒരു ജനതയുടെ ആവശ്യമല്ലേ, ഇറാനിലേക്കുള്ള അവശ്യ വസ്തുക്കളുമായി കപ്പലുകൾ പോകണം. എണ്ണയുടെ കാര്യത്തിൽ ഒരുപക്ഷെ തീർച്ച മൂർച്ച വരുത്തണമെങ്കിൽ കുറേ കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അതുമാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾക്ക് എണ്ണ പുറം ലോകത്തേക്ക് എത്തിക്കാൻ കഴിയണം. ഇപ്പോൾ ഓയിൽ എംബാർഗോ ആണ് ഇഫക്റ്റീവ്ലി സംഭവിച്ചിരിക്കുന്നത്. ഓയിൽ എംബാർഗോ തന്നെയാണ്. ഗൾഫ് മേഖലയിൽ നിന്നും ഒരു തുള്ളി പോലും എണ്ണ പുറം ലോകത്തേക്ക് എത്തില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുകയാണ്. കാരണം ലോകത്തെ മുൾമുനയിലാക്കുകയാണ്. ലോകത്തിൻ്റെ ഊർജ പ്രതിസന്ധി അത് ഉച്ചസ്ഥായിലാവുകയാണ്. ട്രംപിന് വിലപേശലാണ്. പക്ഷേ ഇത് കൂടുതൽ ലോകരാജ്യങ്ങൾ ട്രംപിനെതിരായി, അമേരിക്കയ്ക്കെതിരായി തിരിയാൻ, മാനസികമായെങ്കിലും തിരിയാൻ ഇത് കാരണമാകും. കാരണം ഇതൊരു ശരാശരി ഉപരോധമല്ല. ഇതൊരു മനുഷ്യനിർമ്മിതമായ ഒരു കടലല്ല എന്ന് ഓർക്കണം, അല്ലെങ്കിൽ കടൽപാതയല്ല എന്ന് ഓർക്കണം. ഇപ്പം നമുക്ക് സമാനമായ കാര്യത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഹോർമൂസ് പോലെയല്ല, പക്ഷേ മനുഷ്യനിർമ്മിതമായ സൂയസ് കനാൽ ആൻഡ് പാനമ കനാൽ. അത് ഏറെ മാനവേഴ്സ് വേണ്ട, ഒരുപാട് പ്രയത്നം വേണ്ട, ടെക്നോളജി ആവശ്യമുള്ള, പണച്ചെലവുള്ള നിർമ്മാണമായിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട നിർമ്മാണമാണ് പനാമ കനാൽ നിർമ്മിക്കാൻ. അതായത് പനാമ രാജ്യത്തിന് കുറുകെ അറ്റ്ലാന്റിക്കിൽ നിന്നും പസഫിക്കിലേക്ക് കടക്കാനുള്ള ഒരു കപ്പൽ പാത, വളരെ ഇടുങ്ങിയ ഒരു ചാലാണ്, ഒരു ട്രാക്കാണ്. അത് നിർമ്മിക്കുന്നതിന് ചിലവുണ്ട്. അമേരിക്ക ഇടപെട്ട് അത് വലിയ തുകയാണ് ചെലവഴിച്ചത്. പക്ഷേ അതിന് ചുങ്കം പിരിക്കുന്നതിന് ഒരു ലോജിക്കെങ്കിലും ഉണ്ട്. അല്ല എങ്കിൽ സൂയസ് കനാൽ അത് ഈ ഈജിപ്ത് എന്ന രാജ്യത്തിന് സൈഡിലൂടെ ചെങ്കടലിൽ നിന്നും മെഡിറ്ററേനിയനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കപ്പൽ പാതയാണ്. അതും വളരെ ദൈർഘ്യമുള്ളതും എന്നാൽ അതേസമയം നാരോ ആയതുമായ കപ്പൽ പാതയാണ്. മനുഷ്യനിർമ്മിതമാണ്, ആർട്ടിഫിഷ്യലാണ്. അതിനൊക്കെ ചുങ്കം പിരിക്കുന്ന ദേശസാൽകൃതമായി ചെയ്ത് ഈജിപ്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു നല്ല പങ്കും ചുങ്കത്തിലൂടെയാണ്. പക്ഷേ ഇത് പ്രകൃതി ഒരുക്കിയ ഒരു കടലാണ്, ഒരു കുപ്പിക്കഴുത്താണ്, ഒരു കടൽ ഇടുക്കാണ്, സ്ട്രെയിറ്റ് ആണ് ഹോർമൂസ്. അതിന്മേൽ ഏതെങ്കിലും രാജ്യം ചുങ്കം പിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ന്യായീകരിക്കത്തക്കതല്ല. പക്ഷേ ഒരു വാർ കോമ്പൻസേഷൻ കൊടുക്കാൻ അമേരിക്കയോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളോ തയ്യാറായില്ല എങ്കിൽ മറ്റു മാർഗങ്ങളില്ല എന്നാണ് ഇറാൻ്റെ ന്യായം. ഇരുപക്ഷത്തും ന്യായം പറഞ്ഞിരുന്നാൽ
എണ്ണ വ്യാപാരം സുഗമമാകില്ല, ലോക സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവിടെ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ടല്ലോ. ഹോർമൂസ് അടച്ചതിനെ തുടർന്നുണ്ടായ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ കടലിടുക്ക് തുറക്കണമെന്ന് ഇറാനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്ന ആളല്ലേ ഈ ട്രംപ്? പിന്നീട് ഹോർമൂസ് തുറക്കുക തൻ്റെ ഉത്തരവാദിത്വമല്ല എന്നും അത് ഉപയോഗപ്പെടുത്തുന്ന രാജ്യങ്ങൾ അത് തുറക്കട്ടെ അല്ലെങ്കിൽ അവർ നോക്കട്ടെ എന്നൊക്കെയായിരുന്നു ട്രംപ് നിലപാടെടുത്തത്. ആ ട്രംപ് തന്നെയാണ് ഇപ്പോൾ കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നത്. ഏകപക്ഷീയമായി യുദ്ധത്തിന് പോയതുപോലെ ഏകപക്ഷീയമായി ഹോർമൂസിലെ ഗതാഗതം തടസ്സപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. മറ്റൊരു കാര്യം, നാറ്റോ രാജ്യങ്ങളുടെ സഹായം ഇനി വേണ്ട എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. നാറ്റോ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങളും ട്രംപ് തടഞ്ഞു വെക്കുന്നത് പോലെയായില്ലേ ശരിക്കും കാര്യങ്ങൾ? ഇവിടെ ക്രോസ് ഫയറിൽ പെട്ടുപോയത് യൂറോപ്യൻ സമൂഹമാണ്. യൂറോപ്പിലേക്കുള്ള പല സപ്ലൈസും യൂറോപ്പിൽ നിന്നും ഗൾഫിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ, ഗൾഫിൽ നിന്നും യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകേണ്ടത് എണ്ണ മാത്രമല്ലെന്ന് ഓർക്കണം, ഹോർമൂസിലൂടെയാണ്. ഹോർമൂസിലൂടെ കടന്നു പോകുന്ന ഒരു യാനങ്ങൾക്ക് ആദ്യം കൺട്രോൾ ഏർപ്പെടുത്തിയത് ഇറാനാണെന്ന് ആണ് അമേരിക്കയുടെ ഭാഷ്യം. പക്ഷേ അത് പൂർണ്ണമായി ശരിയല്ല. യുദ്ധം തുടങ്ങി. ഫെബ്രുവരി 28 യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ഉടൻ തന്നെ ഹോർമൂസ് തങ്ങൾ അടയ്ക്കാൻ മടിക്കില്ല എന്ന് ഇറാൻ അപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഇത് മേഖലാ യുദ്ധമായി മാറും, ഇതിവിടെ നിൽക്കില്ല, മേഖലാ യുദ്ധമായി തന്നെ മാറും, ഹോർമൂസ് ആയിരിക്കും തങ്ങളുടെ തുറപ്പിച്ചിട്ട് എന്ന് മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് നടപ്പാക്കാൻ ഇറാൻ പൂർണ്ണമായി ശ്രമിച്ചു കണ്ടില്ല. ഒരു ഘട്ടത്തിലും ഹോർമൂസ് കടലിടുക്ക് നിർബന്ധപൂർവം കപ്പലുകൾ കുറുകയിട്ടുകൊണ്ടോ അല്ലെങ്കിൽ പൂർണ്ണമായി നാവിഗബിൾ അല്ലാതാക്കിക്കൊണ്ടോ മൈനുകൾ പൂർണ്ണമായി ചില ഇടങ്ങളിൽ വിതറിയിട്ടുണ്ടാവാം. പക്ഷെ പൂർണ്ണമായി ഹോർമൂസ് ഗതാഗതയോഗ്യം അല്ലാതെ ആക്കിയിട്ടില്ലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വരെ അമേരിക്ക ഉപരോധത്തിൽ എത്തിയപ്പോഴാണ് പൂർണ്ണമായി ഒരു കപ്പലും അതിലേക്ക് കടക്കില്ല എന്ന നിലയിലെത്തിച്ചത്. അപ്പോൾ അമേരിക്ക തന്നെ പറഞ്ഞ പല കാര്യങ്ങളും നമുക്കൊന്നുകൂടെ റീവൈൻഡ് ചെയ്തൊന്ന് പരിശോധിക്കാം. ആദ്യം എന്താണ് പറഞ്ഞത്? ഹോർമൂസ് കടലിടുക്ക് നിങ്ങൾ അടയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ ഉന്മൂലനാശം ചെയ്യും എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം ഇറാൻ കാര്യമായി ഗൗനിച്ചില്ല. പക്ഷേ ഇറാൻ അത് അടയ്ക്കുമെന്ന പ്രതീതി ഉണ്ടാക്കി. പക്ഷേ ഉടനെ തന്നെ ഇറാൻ തിരുത്തി, തങ്ങളത് പൂർണ്ണമായി അടയ്ക്കുക എന്നതല്ല തങ്ങളുടെ നയം. പക്ഷേ അവിടെ തങ്ങൾക്ക് നിയന്ത്രണം ആവശ്യമാണ്. അതിലെ കടന്നു പോകുന്ന കപ്പലുകളുടെ കയ്യിൽ നിന്നും ഒരു നിശ്ചിത തുക ഈടാക്കിക്കൊണ്ട് തങ്ങളുടെ മേധാവിത്വം അവിടെ പ്രതീകാത്മകമായി അവിടെ ഉറപ്പുവരുത്തുന്നു. അതൊരു പുതിയ നീക്കമാണ്. യുദ്ധത്തിന് മുൻപ് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ പുതിയ നീക്കമെന്ന നിലയിൽ അതേ ചൊല്ലിയായി പിന്നെ വിവാദം. അപ്പോൾ ട്രംപ് പറഞ്ഞു തങ്ങൾ ബലം പ്രയോഗിച്ച് അത് നീക്കം ചെയ്യും. ഏതെങ്കിലും രീതിയിൽ ഇറാൻ അത് ബ്ലോക്ക് ചെയ്താൽ ബലപ്രയോഗത്തിന് അമേരിക്ക മടിക്കില്ല. എന്നിട്ട് അടുത്ത ദിവസം പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളെ തങ്ങൾ ക്ഷണിക്കുന്നു, നെയ്റ്റോ രാജ്യങ്ങൾ, നിങ്ങൾക്ക് ഏറെ ആവശ്യമുണ്ട് ഹോർമൂസ്, തങ്ങൾക്ക് ആവശ്യമില്ല, പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാം. ഒരു നെയ്റ്റോ രാജ്യവും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള ഒരൊറ്റ യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് അനുകൂലമായിട്ടല്ല നിലപാടെടുത്തത് എന്നോർക്കണം. പിന്നീട് പറഞ്ഞു എങ്കിൽ ചൈനയും റഷ്യയും ജപ്പാനും എല്ലാം കൂടി ശ്രമിക്കണം. കാരണം നിങ്ങൾക്കാണ് സപ്ലൈ, പ്രത്യേകിച്ച് ജപ്പാൻ്റെയും ചൈനയുടെയും സപ്ലൈസിൻ്റെ ഫ്യൂൽ സപ്ലൈയുടെ നല്ല പങ്കും വരുന്നത് ഹോർമൂസ് കടലിടുക്ക് കടന്നാണ്. അത് ഇറാൻ്റെ എണ്ണ മാത്രമല്ല, ഖത്തറിൻ്റെ ഗ്യാസ് വരും, കുവൈത്തിൻ്റെ എണ്ണ വരും, സൗദി അറേബ്യയുടെ എണ്ണ വരണം, UAE എണ്ണ, അതുപോലെ ബഹ്റൈനിൽ നിന്നുള്ള എണ്ണയും ഗ്യാസും എല്ലാം കടന്നു വരേണ്ടത് അവിടെ നിന്നാണ്. അതുകൊണ്ട് ഇത് ചൈനയുടെ ആവശ്യമാണ്, നിങ്ങൾ അത് ചെയ്യണം. അപ്പോൾ ചൈനയും താല്പര്യം കാട്ടിയില്ല, ജപ്പാനും താല്പര്യം കാട്ടിയില്ല. ആരും തന്നെ ട്രംപിൻ്റെ ഈ ഒരു പ്രസ്താവനയ്ക്കും ചെവി കൊടുത്തില്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുമല്ലോ. അപ്പോൾ ട്രംപ് മറ്റൊരു അടവെടുത്തു. തങ്ങൾക്കിതിൽ കാര്യമില്ല, ഹോർമൂസ് തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുക, അത് നിങ്ങളുടെ കാര്യമാണ്. ഞങ്ങൾക്കൊരു തുള്ളി എണ്ണ ഗൾഫിൽ നിന്നും ആവശ്യമില്ല. തങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്ന രാജ്യം. തങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് എണ്ണ വാങ്ങാം. ഗൾഫിൽ നിന്ന് എണ്ണ കിട്ടിയില്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് അമേരിക്കയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങാം. ഇത് ട്രംപിൻ്റെ ഒരു റെഗുലർ പ്രസ്താവനയാണ്. അതും കഴിഞ്ഞതിന് ശേഷമാണ് ചർച്ചകൾക്ക് വേണ്ടി വാതിൽ തുറക്കുകയാണ്. അപ്പോൾ എന്താ കണ്ടീഷൻ വെച്ചത്? ഹോർമൂസ് തുറന്നു കൊടുത്താൽ ചർച്ച. അപ്പോൾ ഇറാൻ പറഞ്ഞു ഹോർമൂസ് ഞങ്ങൾ അടച്ചിട്ടില്ലല്ലോ, പിന്നെ തുറന്നു കൊടുക്കുക എന്നത് പ്രശ്നമല്ലല്ലോ, അത് തുറന്നു കിടക്കുകയാണ്. അങ്ങനെയാണ് ചർച്ച ഉണ്ടായത്. ചർച്ച അലസിപ്പിരിഞ്ഞപ്പോൾ ഉടനടി ട്രംപ് വീണ്ടും പ്ലേറ്റ് മാറ്റി. ഹോർമൂസ് ബലം പ്രയോഗിച്ച് തങ്ങൾ തുറക്കും, തങ്ങളുടെ നാവിക സാന്നിധ്യം ഉണ്ടാകും, തങ്ങളുടെ മൈൻവാരി കപ്പലുകളെ തങ്ങൾ അയക്കും. ചർച്ചയ്ക്കിടയിൽ തന്നെ മൈൻവാരി കപ്പലുകളെ അയച്ചത് ഓർക്കുമല്ലോ. ഇപ്പോൾ ഇതാ
ട്രംപ് ഭീഷണി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. പൂർണ്ണമായ ബ്ലോക്കേഡാണ്. അതായത് ഒരു കപ്പലും അതിലേ പോകണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു, തങ്ങൾ ഈ ബ്ലോക്കേഡിൽ അമേരിക്കയുടെ പക്ഷത്തല്ല, പങ്കാളികളല്ല. ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും ഉന്നത നേതൃത്വം കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞു, ഇത് അമേരിക്കയുടെ മാത്രം ഉപരോധമാണ്. ചുരുക്കത്തിൽ ഹോർമൂസ് വിഷയത്തിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന ട്രംപിനെ കാണുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിനുള്ളിലും അമേരിക്കയ്ക്കുള്ളിലും ഹോർമൂസ് വിഷയത്തിൽ ട്രംപ് ഇപ്പോഴെടുക്കുന്ന നിലപാട് ന്യായമല്ല, ഹോക്കിഷ് നിലപാടാണ്. പ്രശ്നപരിഹാരത്തിന് ഒട്ടും ഉതകുന്ന നിലപാടല്ല. സമ്പൂർണ്ണ ബ്ലോക്കേഡ്, ഉപരോധം എന്നത് ഇതാണ് യാഥാർത്ഥ്യം. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. ഇനി പന്ത് ഇറാന്റെ കോർട്ടിലാണെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞതും ഒപ്പം തന്നെ ലിയോ 14 മാർപ്പാപ്പയ്ക്കെതിരെ രൂക്ഷ വിമർശനം ട്രംപ് നടത്തിയത്, ഇക്കാര്യങ്ങളെല്ലാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം.